ഗെയിംസ് കളിക്കുക, വേരിയസ് ആക്ടിവിറ്റീസിൽ റൂംസും ഹോസ്റ്റ്. ഈ ഒരു ആപ്പ് സേഫ് ആണ് വിത്ത് വോയിസ് വെരിഫിക്കേഷൻ ആൻഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ബ്ലോക്കും ചെയ്യാം. ഇതിൽ നമുക്ക് വുമൻസിന് ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ്സ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ടും ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്, വേഗം പോയി ഡൗൺലോഡ് ചെയ്തു. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എവിടെ ഓപ്പൺ ആക്കിയാലും ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്, മീൻസ് ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ അത് ഓപ്പൺ ആക്കിയ ടൈമിൽ എനിക്ക് കണ്ട ഒരു ആഡാണിത്, ഫ്രണ്ട് ആപ്പിൻ്റെത്. ഇതൊരു ഇൻഫ്ലുവൻസറായ ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണിത്. ഓക്കെ, സോ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ തെളിവുകൾ കിട്ടി, മീൻസ് എന്താണ്, ഒരു കുട്ടി തന്നെ അത് യൂസ് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള കുറേ ആപ്പുകളുണ്ട്. സോ അതിൽ നിന്നും ഒരു കുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അതും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വോയിസ് അടക്കമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ആദ്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് അതിൽ നിന്ന് അനുഭവം ഉണ്ടായെന്ന് പറയുന്ന ആ കുട്ടീൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പേര് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത്. അപ്പോൾ അവരതിൽ പറയുന്നത് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. സോ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു 1 മില്യണൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറിൻ്റെ ഇത് കണ്ടിട്ടാണ് ഈ കുട്ടി ഡൗൺലോഡ് ചെയ്തത്. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ കുറേ ഫ്രണ്ട്സിനെ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ജെന്യുവനായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിശ്വസിച്ച് ഈ കുട്ടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ ആളുകളും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, എന്നിട്ടും ആ യൂട്യൂബറിൻ്റെ പേര് ഇവർ വെളിപ്പെടുത്തുന്നില്ല. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ്, ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് കേട്ടോ, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിൽ ഉണ്ട്. പക്ഷെ അത് ആ ആപ്പിന് പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, വോയിസ് റെക്കഗ്നേഷൻസ് ഉണ്ട്, പക്ഷേ അത് പെണ്ണാണോ ആണാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പെണ്ണാണെങ്കിൽ നമുക്ക് എന്താണ് പേ ചെയ്യേണ്ട, പക്ഷേ ആണാണെങ്കിൽ പേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് വോയിസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അതിലുള്ളത്. അല്ലാതെ നമ്മൾ സംസാരിക്കുന്നോ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒരിക്കൽ എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്താണല്ലോ, ഞാനും ഈ ആപ്പ് എടുത്ത് നോക്കി. എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ കോൾസ് എന്നുള്ള, അപ്പോൾ ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഞാൻ തൃശ്ശൂർ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മലപ്പുറം, അതിൻ്റെ കൂടുതൽ വേറെ ഒന്നും അവിടെ ഇല്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു, എന്താണ് ഇത്രയും എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും, ഒരു ഗോൾഡൻ കളർ റോസ്. അതായത് നമ്മൾ ഈ STD കോൾസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ അവരവിടെ നിന്ന് കോയിൻ ഇടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത്. അപ്പം ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ തുറന്ന് പറഞ്ഞു, എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം എനിക്ക് അവർക്ക് വേണ്ടത്, ഈ ആളുകൾ എന്തായാലും പേയ്മെന്റ് നടത്തിയിട്ടാണ് വരുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടായിട്ടല്ല അവിടെ നടക്കുന്നത്. സത്യത്തിൽ അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേശ്യാലയം എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ സത്യമാണ്, അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു, മാരീഡ് ആയിട്ടുള്ള മലയാളി പെൺകുട്ടികൾ തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാർ വരുന്ന സമയത്ത് ഇവർ വാട്സപ്പ് നമ്പർ അതേപോലെ വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിന്റെ പ്രശ്നമായിട്ട് ആ ചേട്ടന് തോന്നിയ കാര്യം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അതായത് ആൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് കമ്പനി ആയി, നല്ല അടുപ്പായി എന്ന് വിചാരിക്കുക, വീണ്ടും ആ ആളുടെ അടുത്ത് കൂടി പറഞ്ഞു. അത് ഈ ആണുങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്തിട്ട് കോളിന് വേണ്ടി നിന്ന് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏത് കോൾ കണക്ട് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളത് ആണുങ്ങൾക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ ഫേക്ക് പ്രൊഫൈൽസ് ഒന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയാണ്. ആണാണ് പെണ്ണാണെന്നുള്ള കാര്യത്തിൽ മാത്രം ആപ്പ് ഉറപ്പ് വരുത്തുന്നുണ്ട്, ബാക്കിയുള്ളതിലൊന്നും കാര്യമില്ല.
ആളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു ആളുടെ അടുത്ത് കൂടുതലും വന്നിട്ടുള്ളത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത്. അവർ ഈ ഒരു കോൾ കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ടെലഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറോ ഇട്ട് തരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു. പലപ്പോഴും പലരും വിളിച്ച് ചോദിച്ച് പൈസ ചോദിക്കുന്നു. അതായത് വീട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 1500 രൂപ അയച്ച് തന്നു. അതിൽ 1000 രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു. പിന്നെ ഒരു 500 രൂപേൻ്റെ ഷോർട്ടേജ് ഉണ്ട്, ചേട്ടനൊന്ന് അയച്ച് തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതുപോലെ ഹോസ്പിറ്റൽ കേസാണ്, അത്യാവശ്യമാണ്, ഒരു 500 രൂപ അയച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്, പലരും പൈസ ചോദിക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന പൈസ തിരിച്ചു തരുമെന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പൈസ നഷ്ടമാവുന്നതിൽ വിഷമമൊന്നും ഇല്ല ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 1500 രൂപയൊന്നും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒന്നും ആൾക്ക് വലിയൊരു സംഖ്യ അല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറ്റിക്കുന്ന സമയത്ത് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ച സമയത്ത് അതൊന്നും ഈ ആപ്പിൽ കാര്യമായിട്ടില്ല എന്ന് തന്നെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആളും ഇതിങ്ങനെ പുറത്ത് വന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനുള്ള രീതിയിലൊന്നും കിട്ടില്ല എന്ന് ഉറപ്പോട് കൂടി തന്നെയാണ് ആളെ ക്യാഷ് അയച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനും ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഇടാൻ വേണ്ടി ചാർജ് ചെയ്ത് നിൽക്കുന്നത് ആളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ. അപ്പോൾ ആണല്ലോ, അപ്പോൾ അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾ കട്ട് ചെയ്ത് പോയി. പിന്നെ ഞാൻ കോളിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ഒരു ഡയറക്റ്റ് അക്കൗണ്ട് അല്ല, ആ ഒരു വാലറ്റിലേക്ക് 23 രൂപയാണ് വന്ന് കിടക്കുന്നത്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ എന്തൊക്കെയോ കുറേ ഓപ്ഷൻസ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. എല്ലാം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എല്ലാം ഒന്നും ഞാൻ എടുത്തു നോക്കാനും പോയിട്ടില്ല. ഇതിൽ തന്നെ ഞാനാകെ 3 പേരുടെ അടുത്ത് സംസാരിച്ചത്. അതിൽ ആദ്യം സംസാരിച്ച ആളാണ് പൈസ പോകും എന്നറിഞ്ഞിട്ടും ആള് ഈ ആപ്പിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നത്, ആൾ യൂസ് ചെയ്ത അനുഭവവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത്. ഞാൻ എനിക്ക് കണ്ടന്റിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടും അതറിഞ്ഞിട്ടും ആൾ മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ബാക്കിയുള്ളവരൊക്കെ അത് അറിഞ്ഞ സമയത്ത് അവർക്ക് അങ്ങനെ പൈസ കൊടുത്തിട്ട് പറയാൻ താല്പര്യമില്ല, അവർ ഉദ്ദേശിക്കുന്ന വേറെയാണെന്നുള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു 3 പേരുടെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ ഇതിലെ വാലറ്റ് ഇല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് നല്ലൊരു ഓൺലൈൻ ഫ്രണ്ടിനെ ഉണ്ടാക്കാം, നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, ഒഴിവുള്ള സമയത്ത് സംസാരിക്കാൻ ആളെ കിട്ടും, അങ്ങനെയൊന്നും വിചാരിച്ച് ആരും ഇതിൽ കയറാൻ നിൽക്കണ്ട. ഈ വരുന്ന ആൾക്കാരുടെ കമ്പി ചാറ്റിനും കമ്പി കോളിനൊക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ ഇവർ പറയുന്നതൊന്നും അല്ല ഇതിന്റെ സത്യാവസ്ഥ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഇത് യൂസ് ചെയ്ത് നോക്കാതെ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഇത് അറിഞ്ഞിട്ടും ഇങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കാണോ എന്ന് അറിയില്ല, പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിന് പിന്നാലെ പോവാതിരിക്കുക. അത് ആപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും. ഈ ആഴ്ച അവർ വന്നിട്ട് പറയും വിഷ്കെയറിന്റെ ബോഡി വാഷ് നല്ലയാ, സ്കിൻ ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കും, അതായതാണ്. അടുത്ത ആഴ്ച വന്നിട്ട് പറയും ടിക്സിയുടെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് കൈ തമ്മിലുള്ള വ്യത്യാസം കണ്ടെന്നൊക്കെ ചോദിക്കും. ഞാൻ ആഴ്ചയിൽ ബോഡി വാഷ് വാങ്ങിക്കാൻ വീട്ടിൽ നോട്ടടിക്കുന്ന മെഷീനൊന്നും ഇല്ലല്ലോ, വീട്ടിൽ തന്നിട്ട് തന്നെ വേണ്ടേ, അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കി തന്നെ വേണ്ടേ. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോവാതിരിക്കുക. ജെന്വൻ ആയിട്ടാണോ ഉള്ള പ്രൊഡക്ട്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ജെന്വൻ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുക. അതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ ഫ്രണ്ട് ആപ്പ് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണേ, എങ്ങനെയാ ഇരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ള ഇവന്മാരുടെ മറ്റേ ചോദ്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അല്ലാതെ ഫ്രണ്ടിനെ ഉണ്ടാക്കുന്ന ഒരു ആപ്പൊന്നും അല്ല മക്കളെ. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണാം, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുമായിരിക്കും. അപ്പോൾ ഈ കുട്ടി ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട് ആപ്പ്, ഈ ആപ്പിനെ കൊണ്ടുള്ള ഉപയോഗം ഫ്രണ്ടിനെ ഉണ്ടാക്കുക എന്നല്ല, മറ്റ് പല രീതിയിൽ പെൺകുട്ടികളെ നിർത്തിക്കൊണ്ട് തന്നെ ആൺകുട്ടികളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മനസ്സിലായല്ലോ. ആപ്പ് നിർമ്മിച്ചവർക്ക് നല്ല രീതിയിൽ തുക കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ആൺകുട്ടികളെ പൈസ പോകുന്നുണ്ട്. റീചാർജ് ചെയ്യുന്നതിലൂടെയും വേറെ രീതിയിലും പോകുന്നുണ്ട്. ബാംഗ്ലൂരുള്ള കുട്ടികളാണ് അധികം ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ടെന്നും അറിയാൻ പറ്റി നമുക്കിതിലൂടെ. അപ്പോൾ എന്തായാലും ബോയ്സിന് നല്ല രീതിയിൽ നഷ്ടം, കാശും പോവും, എന്നുവെച്ചാൽ എല്ലാം പോവും, മാനവും പോവും, എല്ലാം പോകുന്നൊരവസ്ഥയാണ്. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും ഇതുണ്ട്. മൊത്തത്തിൽ ലൈഫ് ഫുള്ള് പോകുന്നൊരവസ്ഥയാണ്. അത് മെയിലായാലും ഫീമെയിലായാലും അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ കുട്ടി ലാസ്റ്റ് പറഞ്ഞതും കറക്റ്റ് സംഭവമാണ്. ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേൾക്കാൻ പാടില്ല. മീൻസ് അവർ ചിലപ്പം ഇന്ന് വേറൊന്ന് പ്രൊമോട്ട് ചെയ്യും, നാളെ വേറൊന്ന് പ്രൊമോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഓന്തിനെ പോലെയാണ്, അവരെപ്പോഴെങ്കിലും മാറാം, എപ്പോൾ വേണമെങ്കിലും മാറാം. സോ അത് കണ്ട് നമ്മളും മാറാൻ പോയാൽ നമുക്കിട്ട് തന്നെ പണി കിട്ടും. ഓക്കെ. സോ ഈ വീഡിയോസ് കാണുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ പറയുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ. ഇപ്പോൾ അവരിപ്പം എന്ത് ആപ്പ് പ്രൊമോട്ട് ചെയ്യലും അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? അവർ യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടോ? അവർ യൂസ് ചെയ്യുന്നിടം നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? അവർക്കങ്ങനെ അവർ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അവർ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ലക്ഷക്കണക്കിന് രൂപകളാണ് അവർക്ക് കിട്ടുന്നത്. ഇതിലും വലിയ കോമഡിയാണ് അടുത്ത് വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. എന്നിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചായിരുന്നു മറ്റേ എന്താണ്
ഈ നമ്മുടെ GCC കൺട്രീസ് അല്ലല്ലോ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തൊരു സോ കോൾഡ് ഇൻഫ്ലുവൻസർ പറഞ്ഞത് അവരുടെ രാജ്യത്ത് കിട്ടുമെന്നാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും ഈ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ആ പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്ത സമയത്തൊന്നും ഈ സമയത്ത് അവിടെ ഒന്നും ഇല്ല, ഡെൻമാർക്കിലില്ല, ജർമ്മനിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണും, നെതർലാൻഡ്സിലില്ല ഒക്കെ പറയുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് അവർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതിനിടെ ആൾക്കാരെ പൈസയ്ക്ക് വേണ്ടി പറ്റിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ, യൂറോപ്പ് രാജ്യങ്ങളിലൊന്നും ഇല്ല ആ സമയത്ത്. അവർ ആ പ്രൊമോഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ, അവർ എന്താണ് യൂസ് ചെയ്ത് ഫ്രണ്ട്സ് ആയി എന്നിട്ട് അവരെ കാണാൻ പുറത്തു പോകുന്ന രീതിയിലാണ് അവർ പ്രൊമോഷൻ ചെയ്തത്. പക്ഷേ അവർക്ക് ആ ആപ്പ് പോലും അവിടെ ഇല്ല. എന്നുവെച്ചാൽ അവർ ആ ആപ്പ് പോലും അവർക്ക് കാണാൻ കിട്ടിയിട്ടില്ല, ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നത് ഇതുവഴിയാണെന്ന് അവർ പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ജെന്യുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത്, ആളുകളെ പറ്റിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇല്ലത് പറയുന്നതല്ലേ. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് നിങ്ങളെ വിശ്വസിച്ച് എന്ന് വെച്ചാൽ കുറേ ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ പോയി പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് ഇനി അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വയം നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്കതിൻ്റെ എക്സ്ട്രീം എത്രയാണെന്ന് മനസ്സിലാവുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് പോയി. പക്ഷെ അതിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പെട്ടിട്ടുണ്ടോ ആർക്കും നമുക്ക് ഇപ്പോഴും ശരിക്കറിയില്ല. അത് തേടിപ്പോയാൽ മാത്രം നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ പ്ലീസ് ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങൾ വിശ്വസിച്ച് ഓരോ കെണിയിൽ പോയിട്ട് ചാടരുത്. കാരണം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് നിങ്ങളെ രക്ഷിക്കില്ല. സോ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഒരു പെൺകുട്ടിയുടെ വോയിസ് അടക്കം പുറത്ത് വിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ട് ആപ്പ് തന്നെ അതിലും യൂസ് ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം, അതേപോലെ തന്നെ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ട്, അത് ടെലിസെയിൽസിൻ്റെ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ട് ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവം. സോ അതിൽ എന്ന് വെച്ചാൽ ഫുള്ളും സ്കാമാണ്. സോ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇത് പറഞ്ഞിട്ടും സ്കാം ചെയ്യുന്നുണ്ട് ആൾക്കാർ. സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോ ചെയ്യുന്നതിനെ തുടർന്ന് ഒന്ന് രണ്ട് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ്, ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള വേറെ ആപ്പിനകത്തു നിന്നുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് പറയുന്നത്. ആദ്യം അയച്ച ആ കുട്ടീൻ്റെ മെസ്സേജിലോട്ട് വരാം. ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിയിൽ ഒരു ടെലികോളിംഗ് ജോബ് ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് OLXൽ ഒരു ആഡ് കണ്ടത്. ആഡ് ഞാനിവിടെ വെക്കാവേ. ഇതാണ് ആഡ്. ഫീമെയിൽ ടെലികോളർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് 10,000 to 15,000 പെർ മന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ജോബ് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു ജോബ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ടെലികോളർ വർക്ക് ഫ്രം ഹോം. ഇതിനകത്ത് 20,000 to 25,000 ആണ്. തമ്പാനൂർ, ട്രിവാൻഡ്രം. ഈ ആഡ് കണ്ടിട്ട് ഈ പെൺകുച്ചി ഇവരെ വിളിച്ച സമയത്ത് റെസ്യൂമേ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. റെസ്യൂമേ അയച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു കോൾ ഈ പെൺകുട്ടിയെ വിളിച്ചു. ഒരു ഓൺലൈൻ ഇന്റർവ്യൂ സെറ്റപ്പിലാണ് ഈ കോൾ വന്നത്. ഒരു പയ്യനാണ് വിളിച്ചത്, ദുബായിൽ നിന്നോ ആണ് ആ ഒരു കോൾ വന്നതെന്നാണ് ഈ പെൺകുട്ടി എന്നിട്ട് പറഞ്ഞത്. ഈ പയ്യൻ ഇതിനകത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ഭയങ്കര വിയേർഡായിട്ടുള്ള. സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, ഇന്റർവ്യൂനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് വരികയാണ്, യു ആർ സെലക്ടഡ്, നാളെ തൊട്ട് ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിലും ഇവൻ തന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രെയിനിങ്. അന്നേരം പറഞ്ഞാൽ എവൻ്റെ സംസാരിച്ചാൽ മതി, അതാണ് ട്രെയിനിങ്. അന്നേരം ഈ പെൺകുച്ചിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്നേരം ചോദിച്ചു എന്താണ് ജോബ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് ഫ്ലേർട്ടിംഗ് ആണ് ജോബ്. ഫ്രണ്ട് ആപ്പ് പോലുള്ള ആപ്പാണ്, അതിനകത്തോട്ട് ഹയർ ചെയ്യാനാണ്. ഒരാഴ്ച ഇവന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യും. ഇതാണ് ട്രെയിനിങ്. ഒന്ന് ആലോചിച്ചു. OLXൽ ഇതുപോലുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ട് ടെലികോളർ ജോബ് വുമൻസിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് റെസ്യൂമേ അയച്ചു കൊടുത്തതിന് ശേഷം ഇവന്മാർ ഇതുപോലെ വിളിച്ചിട്ട് ഇതാണ് പരിപാടി. അപ്പോൾ ഈ കുട്ടി കട്ട് ചെയ്തിട്ട് പോയി. അതാണ് ഇതിന്റെ ഒരു ദുരനുഭവം. ഈ കൊച്ചിന്റെ കുറച്ച് വോയിസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെക്കാം. ഇവരെന്നെ വിളിച്ച് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞു ആ വോയിസ് നിന്റെ തന്നെ വോയിസ് നീ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വോയിസ് ആ കുഞ്ഞ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഒരു വോയിസിനകത്ത് വെക്കാം. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് ഒരു ടെലികോളിംഗ് ജോബ് എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞു ഇത് RJ പോലെയാണെന്ന്. പക്ഷേ അത് സെക്കൻഡ് ഡേ തന്നെ അവർ റിവീൽ ചെയ്തു. അവരെന്ന് പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്ത ഒരു ലൈക്ക് 25-30 ഒരു ചാറ്റിനാണ്. ഐ ഹോപ്പ് അയാൾ പറഞ്ഞിരുന്നത് ഇത് ഫ്ലോട്ടിംഗ് ആണ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെർ മിനിറ്റിന് 7 rupees നമുക്ക് തരും എന്ന് പറഞ്ഞു.
ഒന്ന് ആലോചിച്ച് നോക്കണേ, 1 മിനിറ്റിന് 7 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇത് തുടക്കക്കാരിയാണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർ ചെല്ലുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലയൻസിനെയൊക്കെ സൂചിപ്പിക്കാൻ കഴിവുള്ള ടീംസ് കുറച്ച് എക്സ്പീരിയൻസ് ആവുന്നതനുസരിച്ചിട്ട് 7 രൂപ എന്നുള്ളത് കൂടും, റേറ്റ് കൂടും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി അതാണ്. ഇതുപോലുള്ള ഫേക്ക് ആഡ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഡേറ്റയും ഈ പിള്ളേരുടെ കളക്ട് ചെയ്യാണ്. ഈ റെസ്യൂമേ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇമെയിൽ ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും, ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നിട്ട് അത് ഉമ്മാർ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഉടായ്പ പരിപാടിയാണ്. എന്തായാലും കുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എത്ര നേരം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കും. ഇനി 1 മിനിറ്റിന് 7 രൂപ എന്നുള്ള രീതിക്കായിരിക്കും സാലറി വരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രണ്ട് ആപ്പും ഇങ്ങനെ തന്നെയാണ് ഹയർ ചെയ്യുന്നത്. അതുപോലെ 2-3 ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം പർപ്പസും ഇതെല്ലാം ഒരേ മെത്തേഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യാൻ ഹൗസ് വൈഫ്സും എത്രയോ പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് അയാളുടെ മോഡ് ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോട്ടിംഗ് ആയിരുന്നു. ഇയാൾ എനിക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് അയാളോട് 7 ഡേയ്സ് ഫ്ലേർട്ട് ചെയ്യണം എന്നതാണ് അയാൾ പറഞ്ഞ ട്രെയിനിങ്. എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാനിത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആലോചിച്ചു. ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടാവും. വീട്ടിൽ ഇരുന്ന് ഫ്ലൈറ്റ് ചെയ്താൽ മതി, പൈസ കിട്ടും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. വരുന്നവരെ സുഖിപ്പിച്ച് ഇട്ടാൽ മതി. മറ്റേ ഫ്രണ്ട് ആപ്പിനകത്ത് നമ്മൾ അതിനകത്തോട്ട് ഗേൾസിന് ചെന്ന് അവർക്ക് തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരോട് സംസാരിക്കാം, അതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം. അതിന്റെ ഒരു ഷെയർ കമ്പനി എടുക്കും, കുറച്ച് ഷെയർ ഈ പറയുന്ന പെൺകൊച്ചിനെ കിട്ടും. അതാണ് ഫ്രണ്ട് ആപ്പിന്റെ പരിപാടി. അതിനകത്തും ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്തിട്ട് ആളുകളെ വെക്കുന്ന സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായോ? ഓരോ വോയിസും കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കേൾപ്പിക്കാം. ഒന്ന് ചിറ്റ് ചാറ്റ്, പിന്നെ ഒന്ന് കോൾ പിക്ക് ഒരു ആപ്പാണ്. ഈ രണ്ടിലും ഗേൾസിനെ ഹയർ ചെയ്തിട്ടാണ് സംസാരിപ്പിക്കുക. ആൻഡ് അവർക്കൊരു സാലറിയും പ്രൊവൈഡ് ചെയ്യും. അത് ഈ സാലറി പോകുന്നത് മിനിറ്റ്സിനാണ്. അതുപോലെ തന്നെ അവരതിലൊരു നമുക്ക് പ്രൊഫൈൽ DP ഇടാൻ പറ്റും. ആ DP പോലും ചിലർക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന മറ്റാരുടെയൊക്കെയോ ഫോട്ടോസാണ് DP ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ആപ്പൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഫ്ലർട്ടിംഗ് ആണ്. ഫ്ലർട്ടിംഗ് അല്ല, സം കൈൻഡ് ഓഫ് ദാറ്റ് തിങ്സ്. അതിന് ഇവർ ഗേൾസിനെ ഹയർ ചെയ്യാണ് ചെയ്യുക. അപ്പം ഇതാണ് ഒരു ഉടായ്പ്. പെൺകുട്ടികളെ ഹയർ ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ഈ രീതിയിലുള്ള കുൽസിത പരിപാടികളിലോട്ട് നയിക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായിരിക്കും, പൈസ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പോയി പെടും, ഉറപ്പായിട്ടും പെടും. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ടീംസിനെ കണ്ടു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓപ്പൺ ടോക്കിന് തയ്യാറാണോ? ചിലർ യെസ് തയ്യാറാണ്, ചിലർ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു താല്പര്യമില്ല. പക്ഷേ ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്യുമ്പോൾ അവർ എന്തും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് മെസ്സേജ് രണ്ടാമത്തെ കുട്ടിയിലോട്ട് വരാം. പുള്ളിക്കാരത്തി ഒരു ഫ്രണ്ട് ആപ്പിലെ ഒരു യൂസർ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പൈസയൊക്കെ ഏൺ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു ഗേൾ എന്ന നിലയിലുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരത്തി ഷെയർ ചെയ്തത്. ഇതുപോലെ 1-2 ആപ്സ് ഉണ്ട്. കോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദോസ്ത് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പും പൊങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ടിന്റെ ഹിന്ദി ആണല്ലോ ദോസ്ത്. അതുപോലെ ദോസ്ത് ആപ്പ് പുതിയ ആപ്പാണ്. നിങ്ങൾ പരസ്യം കാണുന്നുണ്ടായിരിക്കും. മലയാളി ക്രിയേറ്റേഴ്സിന് ഇടയ്ക്കോട്ട് വന്നിട്ടില്ല. ഉടനെ മിക്കവാറും മലയാളി ക്രിയേറ്റേഴ്സിന് എടുത്തിട്ട് വരും. ഈ ടീംസ് എല്ലാം എടുത്ത് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ വെറ്റകളെ പിടിച്ച് കയറി കയറ്റും. എന്താണെങ്കിൽ ഇനി പ്രൊമോട്ട് ചെയ്യാനൊന്ന് പേടിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കൊച്ചെനിക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്ത പൈസയാണ് ഇതിനകത്തൊക്കെ ഇങ്ങനെ പൈസ ക്രെഡിറ്റ് ആവാറുണ്ട്. ഞാൻ തന്നെ ചോദിച്ചു, നീ ഇതുപോലെ ഫ്ലേർട്ട് ചെയ്തിട്ടാണോ പൈസ ഒപ്പിച്ചത്? അന്നേരം പറഞ്ഞു ഫ്ലേർട്ടിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ നോർമലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന നല്ല ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവള് ഫ്ലേർട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ പുള്ളിക്കാരത്തി സംഭവം നിർത്തിയതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ കൊച്ചിന് ഒരു കോൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നാണ് വിളിച്ചത്. ഭാര്യയാണെങ്കിൽ ബൈസെക്ഷൽ ആണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ അടുത്ത് പെണ്ണിൻ്റെ അടുത്ത് ഒരുപോലെ വികാരം തോന്നും. മനസ്സിലായോ? അപ്പം ഈ ഭാര്യയ്ക്ക് ഈ പെങ്കൊച്ചുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവർ റൂമൊക്കെ എടുക്കാം, നിങ്ങളുടെ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തത്തില്ല, അവർ പറയുന്ന ലൊക്കേഷനിലോട്ട് വന്നാൽ മതി, എത്ര രൂപ വേണമെങ്കിൽ തരാം, ഇതാണ് ഓഫർ. അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഭർത്താവും ജോയിൻ ചെയ്യുമായിരിക്കും. അത് വേറൊരു തരത്തിലോട്ട് പോകും. അങ്ങനെ ഇത് കേട്ടിട്ട് ഈ പെങ്കൊച്ച് ബേജാറായിട്ട് അവൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ സാധനം തന്നെ അവൾ നിർത്തി. സോ അതൊരു ഭീകര വർഷം ആയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന മെയിൻ പരിപാടി ഇതിനകത്തോട്ട് ആളുകൾ ഒന്ന് പരിചയപ്പെടുന്ന ഒരുപാട് 90% ആൾക്കാരും ഒരൊറ്റ ഇന്റൻഷനാണ്, ഫ്ലേർട്ട് ചെയ്യുക, കമ്പനി ആകുക, ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഫേസ്ബുക്ക് ഐഡിയോ ഒക്കെ മേടിക്കുക, എന്നിട്ട് ആ തരത്തിലൊരു കോൺടാക്ട് കീപ്പ് ചെയ്യുക. അതിനുശേഷം ഇവർ എവിടെയെങ്കിലും റൂം എടുക്കുക, പരിപാടി നടത്തുക, പൈസ മേടിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ വ്യഭിചാരം ഇതിനകത്തുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ നേരത്തെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ പിമ്പേഴ്സ്, നോട്ട് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഈ പരിപാടിയാണ് ഞാൻ നടക്കുന്നത്. ഇതിനകത്ത് പൈസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ്ജ് ഉണ്ട്. നമ്മൾ PUBG കളിക്കുമ്പോഴത്തേക്ക് ബ്രോൺസ്, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് പ്ലാറ്റിനം എന്ന് പറഞ്ഞ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ. അന്നേരം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ ബാഡ്ജ് ഇവർക്ക് കൊടുക്കും. ഈ ബാഡ്ജിനനുസരിച്ചാണ് ഓരോ മിനിറ്റിനുള്ള പൈസ ഇവർക്ക് പോകുന്നത്. ആദ്യം എന്തോ 65 പൈസ എങ്ങനെയാണ് ഒരു മിനിറ്റിന് കണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ലെവൽ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് 1.2 ടൈംസ് 2 ടൈംസ് ഒക്കെ ആയി മാറും. പിന്നെ രാത്രി വിളിക്കുന്നതിന് വേറെ പൈസയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർക്ക് ഒരു ടാർഗറ്റ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ട്രെയിനിങ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിങ് ഗ്രൂപ്പിലുള്ള ഒരു വോയിസ് എനിക്ക് പെങ്കൊച്ച് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം. ഓഡിയോ കോളിൽ നിങ്ങൾ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് 6 സ്കോർ ആയിരിക്കും ലഭിക്കും. വീഡിയോ കോളിൽ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ 1 സ്കോർ ലഭിക്കും. 2 മിനിറ്റ് കുറവുള്ള കോളാണെന്നാണ് നമുക്ക് സ്കോർ കിട്ടില്ല. പിന്നെ 25 മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരു യൂസറിനോട് തന്നെ കോളിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ 3 ഇരട്ടിയാവും. ഓഡിയോ കോളിനകത്ത് വീഡിയോ കോളിനകത്ത് ഡിഫറൻറ്റ് റേറ്റ് ആണ്. ഓഡിയോ കോളിനകത്ത് 1 സ്കോർ ആണെങ്കിൽ വീഡിയോ കോളിനകത്ത് 6 സ്കോർ ആണ്. ഈ സ്കോർ ആണ് പിന്നെ പൈസ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. പിന്നെ സെയിം യൂസറിന്റെ അടുത്ത് തന്നെ 25 മിനിറ്റ് മുകളിൽ സംസാരിക്കുകയാണെങ്കിൽ 3 ടൈംസ് ആവും. എന്തെല്ലാം തരം ഓഫറുകളാണ് ആലോചിച്ച് നോക്കണേ. നമ്മുടെ മിനിറ്റിന് പൈസ കേട്ടിട്ടേ ഉള്ളൂ, ഇതാണ് മിനിറ്റിന് പൈസ. ആലോചിച്ച് നോക്ക്. ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ 1 സ്കോർ ലഭിക്കും. 2 മിനിറ്റ് കുറവുള്ള കോളാണെന്നാണ് നമുക്ക് സ്കോർ കിട്ടില്ല. പിന്നെ 25 മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരു യൂസറിനോട് തന്നെ കോളിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ 3 ഇരട്ടിയാവും.
ഓഡിയോ കോളിനകത്തും വീഡിയോ കോളിനകത്തും ഡിഫറൻറ്റ് റേറ്റ് ആണ്. ഓഡിയോ കോളിനകത്ത് ഒരു സ്കോർ ആണെങ്കിൽ വീഡിയോ കോളിനകത്ത് 6 സ്കോറാണ്. ഈ സ്കോറാണ് പിന്നെ പൈസ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. പിന്നെ സെയിം യൂസറിന്റെ അടുത്ത് തന്നെ 25 മിനിറ്റ് മുകളിൽ സംസാരിക്കുകയാണെങ്കിൽ 3 ടൈംസ് ആവും. എന്തെല്ലാം തരം ഓഫറുകളാണ് ആലോചിച്ച് നോക്കുന്നത്. നമ്മുടെ മിനിറ്റിന് പൈസ കേട്ടിട്ടേ ഉള്ളൂ, ഇതാണ് മിനിറ്റിന് പൈസ. ആലോചിച്ച് നോക്ക്. 120 മിനിറ്റ് വരെയുള്ള സ്കോർ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ കോളിൽ കാൽക്കുലേറ്റ് ആവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ രാത്രി 11 മണി മുതൽ 1 മണി വരെയുള്ള കോളുകൾക്ക് നമുക്ക് സ്കോർ ഡബിൾ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് ഈ സ്കോർ ഡബിൾ ആവുന്ന സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ, പിന്നെ അതേപോലെ സ്കോർ 25 മിനിറ്റ് കൂടുതലുള്ള കോളൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ നേടാനും നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ബാച്ചസ് കിട്ടാനും ഹെൽപ്ഫുൾ ആവും. പാതിരാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന കുൽസിത സംഭാഷണങ്ങൾക്ക് സ്കോർ കൂടുതലാണ് ഗൈസ്. 25 മിനിറ്റ് കൂടുതൽ സംസാരിച്ച സ്കോർ കൂടുതലാണ്, പൈസ കൂടുതൽ ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയുള്ള ട്രെയിനിങ് ടിപ്സും ഇവരുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇത് അത്ര കോമഡി ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മുടെ ഒരു കൾച്ചർ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണിത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൺകുട്ടികളെക്കാൾ ഉപരി വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്ത പെൺകുച്ചെൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 1.5 മാസം കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടില്ല, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. 10,25,000-30,000 രൂപ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു 1.5 മാസം കൊണ്ട്. ആലോചിച്ച് നോക്ക്. ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പുള്ളിക്കാർ സംസാരിച്ചില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ മാസം ലക്ഷങ്ങളാണ് അവർ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവർ കൊടുക്കുന്നത്. കണ്ണ് മഞ്ഞളിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പെൺപിള്ളേരൊക്കെ ഇതിനകത്തോട്ട് പോയി വീഴത്തില്ലെന്ന് ആര് കണ്ട്. കാര്യം അന്തസ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ഏണിങ്സ് ഇവർ വീട്ടിലിരുന്ന് കുറച്ച് നേരം കുറച്ച് കുൽസിത സംഭാഷണങ്ങൾ നടത്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരും ചോദിച്ചു ഏണിങ്സ് കിട്ടുന്നുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പലരും പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു ആപ്പാണ് ഈ സാധനം. ഇപ്പം മൊത്തം ഫണ്ണാണല്ലോ, എന്ത് ചെയ്താലും ഫണ്ണാണ്. ഞാൻ അവൻ്റെ കൂടെ കിടന്നു, അത് ഫണ്ണിന് വേണ്ടി കിടന്നതാണ്, അവനെ ഞാൻ ചെയ്തു, അത് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അന്നേരം ഫണ്ണ് കൂടിക്കൂടി വഴിതെറ്റി പോകുന്ന ഒരു ജനറേഷൻ്റെ മുന്നിലോട്ട് ഇങ്ങനത്തെ ഒരു സാധനവും കൂടെ അങ്ങോട്ട് ഇട്ട് പടച്ച് കൊടുക്കുമ്പോൾ കള്ള് കഞ്ചാവ് പെണ്ണുപിടി എല്ലാം സെറ്റ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പേരൻസ് ആണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ടൈപ്പ് ഫ്രണ്ട് ആപ്പ്, കോൾ പിക്ക്, കോൾ മേറ്റ്സ്, ദോസ്ത് ആപ്പ്, ഈ മാതിരി കുറച്ച് സാധനങ്ങൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു. മകളും മകനും ഒക്കെ ഒരുപാട് വളർന്നെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് കേൾപ്പിക്കാം. മുട്ടൻ കോമഡിയാ സംഭവം. ഞാൻ യൂസാക്കി വെക്കുക, സംഭവം യൂസാക്കി ഇത് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം റീചാർജ് ചെയ്യണം. ഓക്കെ, റീചാർജ് ചെയ്തിട്ടുണ്ട് യൂസ് ആക്കാൻ പറ്റത്തുള്ളത് ആമ്പിള്ളേരുടെ പ്രൊഫൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ സാധനം യൂസ് ആക്കണമെങ്കിൽ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്ത ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ആരായിട്ടെങ്കിലും സംസാരിക്കണം, നമ്മൾ അവരായിട്ട് സംസാരിക്കാതിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കാതിരിക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കല്ലേ നമ്മളിപ്പോൾ റീചാർജ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മളതിൽ ഇപ്പോൾ 100 കോയിൻ ഉണ്ടെന്ന് വെച്ചാൽ റീചാർജ് ചെയ്യുമ്പോൾ കോയിനാണ് കിട്ടുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല അവർക്ക്. ഓക്കെ, ഗിഫ്റ്റായിട്ടാണ് അവിടെ കൊടുക്കുന്നത്, പക്ഷേ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. ഓരോ മിനിറ്റിൽ നമ്മളെ ഇതിലെ കോയിൻ്റെ എടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് 10 കോയിനോ 15 കോയിനോ 25 കോയിനാണ്ടാണ് ഒരു റോസ് പോണതാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യു ഗിഫ്റ്റഡ് എ റോസ് എന്ന് പറഞ്ഞ് എഴുതി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഗിഫ്റ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ് അത് അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ മിനിറ്റ്. അങ്ങനെ ഓരോ മിനിറ്റിൽ നമ്മളിങ്ങനെ പോയി ആ പൈസ ഇങ്ങനെ തീരും. മനസ്സിലായോ സംഭവം? പറഞ്ഞത് മനസ്സിലായോ? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മിനിറ്റ് കഴിയും തോറും നമ്മുടെ കോയിൻസ് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ കോയിനായിട്ടാണ് കയറുന്നത്. ഇപ്പോൾ 50 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ 100 കോയിൻ, 100 രൂപയ്ക്ക് റീചാർജ് 200 കോയിൻ, അങ്ങനെയാണ് കയറുന്നത്. ഇപ്പോൾ ഓരോ മിനിറ്റ് കഴിയും തോറും നമ്മുടെ കോയിൻസ് ഇങ്ങനെ ഡിഡക്റ്റ് ആവുകയും അതൊരു റോസാപ്പൂവായിട്ട് ഗിഫ്റ്റായി മറ്റേ പെൺകുട്ടിന്റെ അക്കൗണ്ടിലോട്ട് പോകും. അതാണ് ഈ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റാണ് ഇവർ പിന്നീട് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിടികിട്ടിയോ? ബാക്കി കേൾക്കാം. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു ഇത് യഥാർത്ഥ വിൽപ്പനയാണിത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം ആ പെണ്ണ് പുതുതായിട്ട് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ അപ്പോൾ ആ പെണ്ണിന് ഇപ്പം എൻ്റെ ഗിഫ്റ്റ് പോയില്ലേ, ഈ ഗിഫ്റ്റ് പോകാൻ നേരത്ത് ആ പെണ്ണിന് 70 പൈസ കിട്ടും. ഓക്കെ, 70 പൈസ. ഇനി അവൾ കുറച്ചും കൂടെ മുതിർന്ന് കഴിഞ്ഞാൽ 80 പൈസയാവും. ഇനി പിന്നെ അവൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 1 രൂപ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് പൈസ കൂടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ നേരം ഒരാളെ പിടിച്ചിരുത്തി. ഇനി വീഡിയോ കോൾ ആണെങ്കിൽ വേറെ ചാർജാണ്. മനസ്സിലായി? എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഗൈസ് പൈസ. ന്യൂബ് ആണെങ്കിൽ കുറച്ച് പൈസ കിട്ടത്തുള്ളൂ, മോഡറേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടും. ചേച്ചി വലിയ കളിക്കാരിയാണെങ്കിൽ ശരിക്കും പൈസ കിട്ടും ഗൈസ്. എന്തൊക്കെ പരിപാടി! ഇതിപ്പം പുള്ളി പറഞ്ഞത് മറ്റേ ഓഡിയോ കോളിന്റെ റേറ്റ് ആണ്, വീഡിയോ കോൾ ആണെങ്കിൽ വേറെ റേറ്റ് ആണ്. മനസ്സിലായോ? എന്തൊക്കെ തരം ഉടായ്പകളാണെന്ന് നോക്കണേ. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്ന പെണ്ണ് തന്നെ ഇതാണ് സംസാരിച്ചു തുടങ്ങി. എന്താണ് ഹലോ, എന്താ മിണ്ടാത്തേ, എന്താണ് മിണ്ടാതിരിക്കുന്നത്? സംഭവം എനിക്കാണ് മനസ്സിലായില്ലത് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നെന്നുള്ളത്. പിന്നെയല്ലേ മിണ്ടായിട്ട്. ചുരുക്കം പറഞ്ഞേ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ ഈ പരിപാടി ഇങ്ങ് തുടങ്ങും. കാര്യം മൂപ്പിക്കണ്ടായോ? മൂപ്പിച്ച് ആൾക്കാരെ അത് പിടിച്ചിരിച്ചാലേ ഇവളുമാർക്ക് സമയം പോകത്തുള്ളൂ. സമയം പോയാലേ ഗിഫ്റ്റ് പോകത്തുള്ളൂ. ഗിഫ്റ്റ് എന്നാലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ മാക്സിമം ഇവരെല്ലാം നോക്കുന്ന പരിപാടി ചെന്നിരിക്കുമ്പോഴേ ചേട്ടാ എന്തൊക്കെയുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് തുടങ്ങല. എന്റെ പൊന്നോ, കോമഡി ആട്ടോ ഈ സംഭവം.
നമ്മൾ അവിടെ കയറി ഇരിക്കുമ്പോൾ തൊട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൈസ ഇങ്ങനെ. ഒരാൾ നമ്മളെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും എല്ലാം ഈ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടിപൊളി. ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വെച്ചപ്പോൾ ഒരാൾ ഇപ്പോൾ ഇതാണൊക്കെ ഒരു ചെറുക്കൻ കയറുന്ന വെച്ചോ, ചെറുക്കൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കയറുന്നു, ഇതാണൊക്കെ റീചാർജ് ചെയ്ത് കയറുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പൈസ റീചാർജ് ചെയ്യും, വീണ്ടും വിളിക്കും. മനസ്സിലായ? ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആമ്പിള്ളേരുടെ ഒരിത്, അവരുടെ ഒരു ഇതുണ്ടല്ലോ, അതും ഇത് ചെയ്യുക എന്നുള്ളത്. അതേസമയം സ്ത്രീകളെ അവന്മാരവിടെ വെച്ചിട്ട് പല പല ടൈപ്പ് ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചിലരുണ്ടല്ലോ ഇതണക്ക് ഇതിന് തുനിഞ്ഞിറങ്ങിക്കുന്ന ടീമുകൾ എന്ത് ചെയ്ത് കണക്ക് ഇരുന്നിട്ട് വീഡിയോ കോളും ഓഡിയോ കോളും, പിന്നെ വീഡിയോ കോളും ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടാ, ഇല്ലാതെയൊന്നുമില്ല, നല്ല രീതിയിലുണ്ട് വീഡിയോ കോൾ ഇതിൻ്റെ അകത്ത്. ചേച്ചിമാരൊക്കെ തുണിയൊക്കെ ഇല്ലാതെ എങ്ങനെ നടക്കണങ്ങ്, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അവിടെ, അത് സ്ക്രീൻ റെക്കോർഡ് പറ്റത്തില്ല. ഇനി വേറെ ഏതെങ്കിലും എന്തോന്ന് മറ്റേ ഇതിട്ട് നോക്കണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. എന്തും അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അവിടെ, അത് സ്ക്രീൻ റെക്കോർഡ് പറ്റത്തില്ല. ഇനി അവിടെ വെച്ചിട്ട് പല പല ടൈപ്പ് ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചിലരുണ്ടല്ലോ ഇതണക്ക് ഇതിന് തുനിഞ്ഞിറങ്ങിക്കുന്ന ടീമുകൾ എന്ത് ചെയ്ത് കണക്ക് ഇരുന്നിട്ട് വീഡിയോ കോളും ഓഡിയോ കോളും, പിന്നെ വീഡിയോ കോളും ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടാ, ഇല്ലാതെയൊന്നുമില്ല, നല്ല രീതിയിലുണ്ട് വീഡിയോ കോൾ ഇതിൻ്റെ അകത്ത്. ചേച്ചിമാരൊക്കെ തുണിയൊക്കെ ഇല്ലാതെ എങ്ങനെ നടക്കണങ്ങ്, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അവിടെ, അത് സ്ക്രീൻ റെക്കോർഡ് പറ്റത്തില്ല. ഇനി വേറെ ഏതെങ്കിലും എന്തോന്ന് മറ്റേ ഇതിട്ട് നോക്കണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. എന്തും നടക്കും പൈസ ഉണ്ടെങ്കിൽ. പിടി കിട്ടിയോ? അതാണ് സംഭവം. തുണി ചാടി വാ, മുല്ലപ്പൂ ചൂടി വാ, മുക്കണ്ണൻ തിരുമകളെ എന്നൊക്കെ പാട്ടും പാടി ചേച്ചിമാർ അവിടെ കിടന്ന് കുറുന്താളിപ്പാണ് ഗൈസ്. ഇതുപോലൊരു കോമഡി സാധനം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. സുപ്പി ലുഡോ കളിച്ചാൽ എന്ത് കിട്ടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സെയിം ടാങ്കോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? ടാങ്കോ എടുത്ത് എന്ത് കാണും? അത് തന്നെ ടാങ്കോ വണ്ടി വരല്ലേ, ഈ ജാസ്മിനും എല്ലാവരും കൂടെ കിടന്ന് പ്രൊമോട്ട് ചെയ്തല്ലേ, അതിൻ്റെ വേറെ ഇത് തന്നെ. ഇത് ടാങ്കോയ്ക്കകത്ത് കയറി നോക്കി എന്താണ് കാണുന്നതെന്ന്, അത് തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടാങ്കോയിൽ പിന്നെ വേറെ, ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് പോകത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കയറി ഇരിക്കാൻ സംസാരിച്ച് തുടങ്ങാൻ നേരത്ത് ഓട്ടോമാറ്റിക് ഇതിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൊടുക്കാതെ തന്നെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സ്മഗ്ലിംഗ്. മറ്റിനകത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇപ്പൊ ടാങ്കോയ്ക്കകത്ത് ഗിഫ്റ്റ് കൊടുത്താലേ പോകത്തുള്ളൂ, ഇത് കൊടുക്കണ്ട. ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമയം അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഗിഫ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് കലാപരിപാടി. ഇതിന്റെ വില വിവര പട്ടിക ഞാനൊന്ന് കാണിക്കാം ഗൈസ്. 25 രൂപ ഉണ്ട്. 25 രൂപയ്ക്ക് 40 കോയിൻ, 49 രൂപയ്ക്ക് 90 കോയിൻ, അങ്ങനെ നമുക്ക് 9999 രൂപയ്ക്ക് വരെ കോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, കോയിൻ മേടിക്കാൻ പറ്റുന്നതാണ്. 33,000 കോയിനാണ് അന്തരം കിട്ടുന്നത്. ഇത് നമ്മൾ വിളിക്കുന്നതനുസരിച്ചിട്ട് കോയിൻ കുറഞ്ഞു പോകും. ഇതാണ് ഇതിന്റെ പരിപാടി, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ച് മെസ്സേജ് ഒക്കെ ഉണ്ടായി. ഇത് യൂസ് ചെയ്യുന്ന ഒരു കൊച്ചാണ് മെസ്സേജ് അയച്ചത്. പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാവേ. ബ്രോ, എല്ലാരും പറയുന്നു അതിൽ സ്റ്റുഡന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്, ബട്ട് അങ്ങനല്ല. മാരേജ് കഴിഞ്ഞ ആന്റിമാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്റെ ആന്റിമാര്, അപ്പം ഇതിനകത്ത് മൊത്തം മാരേജ് കഴിഞ്ഞ ആന്റിമാരാണെന്നാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത്, 30 മിനിറ്റ് വീഡിയോ കോളിന് 500 തൊട്ട് 1000 വരെയാണ് മേടിക്കുന്നത്. 30 മിനിറ്റ് വീഡിയോ കോളിന് 500 തൊട്ട് 1000 രൂപ. എവിടെ കിട്ടുവിടെ 30 മിനിറ്റ് ജോലിക്ക് 500 തൊട്ട് 1000 രൂപ വരെ? നൈസ് പരിപാടി കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പിലുള്ള ഗേൾസിന്, ഈ ഗേൾസ് ആണല്ലോ ഈ ബോയ്സിനെ ആകർഷിച്ച് വരുത്തുന്നത്, ഇവർക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് ഇവർക്കൊരു ടാർഗറ്റും ഒക്കെ ഉണ്ട്. ഇവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത്, മനസ്സിലായോ? അപ്പം ചെറിയ കളികളൊന്നും അല്ല നടക്കുന്നത്, വലിയ വലിയ കളികളാണ് ഗൈസ്. ആദ്യം വീഡിയോ കോളിൽ കളിക്കും, പിന്നെ നേരിട്ട് വന്ന് കളിക്കും. അങ്ങനെ മൊത്തത്തിലൊരു കളി സെറ്റപ്പാണിത്. ഈ സാധനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും കൊള്ളാം, പണമാണല്ലോ മുഖ്യം. അപ്പൊ പിന്നെ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും, കൂടുതലൊന്നും പറയല്ല. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ചാനൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വരുന്നവരെ ലവ് യു ആൻഡ് ബൈ.